ഹലോ നമസ്കാരം. ഹലോ മലയാളീസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ റീല് കണ്ടിട്ടുള്ള പല കൂട്ടുകാർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ എവിടെയാണോ ഉള്ളത് എന്ന്. ഞാനിപ്പോൾ മാൾട്ടയിൽ നിന്ന് മാറി ഞാനിപ്പോൾ ജർമ്മനിയിലാണുള്ളത്. ജർമ്മനിയിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിലാണ് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ബസ് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ റീല് കണ്ട ആൾക്കാർ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മെസ്സേജും അതേപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള മെസ്സേജ് ചോദിക്കുന്നുണ്ട്. വേക്കൻസി ഉണ്ടോ, എനിക്ക് എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടിയത്, ഞങ്ങൾക്ക് എന്തെങ്കിലും അവസരമുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പറയണം, മാൾട്ടയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, എന്താണ് ഇപ്പോഴത്തെ മാൾട്ടയിലത്തെ അവസ്ഥ, എന്തുകൊണ്ടാണ് ചേട്ടൻ മാൾട്ട വിട്ടത്, ഇങ്ങനെയുള്ള നിരവധി ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ വന്നതിന് ശേഷം പല ആൾക്കാരും ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊന്ന് ഓരോരുത്തർക്കും മെസ്സേജ് തന്നു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാവും, അതിനുള്ള സമയവും കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിലിപ്പോൾ കുറേ വേക്കൻസികളുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻസ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ തരുന്നതായിരിക്കും. ക്ഷമയോടെ കാത്തിരിക്കുക, വീഡിയോ ഫുള്ള് കാണാനായിട്ട് ദയവായി ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ജോബ്. ഇപ്പോൾ ഉള്ളത് ജർമ്മനിയിലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരെയും സംശയം, ഞാൻ എന്താണ് മാൾട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. മാൾട്ടയിൽ നല്ല ജോലിയായിരുന്നല്ലോ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രൊമോഷൻ കിട്ടിയായിരുന്നു. അപ്പോൾ നീ എന്ത് മണ്ടത്തരമാടാ കാണിച്ചത്, മാൾട്ടയിൽ നിന്ന് ജർമ്മനിയിലേക്ക് പിന്നെയും ബസ് ഡ്രൈവറായിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്, സാലറിക്ക് വല്ല മെച്ചമുണ്ടോ, സാലറി എത്ര ഉണ്ട്, പിന്നെ മാൾട്ട എന്തുകൊണ്ടാണ് വിട്ടത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം തന്നെ ആദ്യം പറയാം. ജർമ്മനി എന്ന് പറയുന്ന രാജ്യം നമുക്കൊരു ലോങ് ടൈം സ്റ്റേ, ഞാനൊരു യൂറോപ്യൻ രാജ്യത്ത് ഒരു ലോങ് ടൈം സ്റ്റേ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും കുറച്ച് നാൾ താമസിച്ച് നമുക്ക് PR അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ജർമ്മനി നല്ലൊരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയവും ഇതേപോലെ അവസരം കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നല്ലൊരു ജോലിയായിരുന്നിട്ട് പോലും മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നിന്ന് നിലവിലുള്ള ഇൻസ്പെക്ടർ എന്ന ജോലി ഞാൻ റിസൈൻ കൊടുത്തിട്ട് ജർമ്മനിയിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചത്. എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്, വേണോ വേണ്ടായോ. ഇപ്പോൾ ആ കൺഫ്യൂഷൻ മാറി. വന്നത് വളരെ നല്ല തീരുമാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ പലരും ചോദിക്കുന്നുണ്ട്, ചേട്ടാ സാലറി മാൾട്ടയാണോ അല്ലെങ്കിൽ ജർമ്മനിയാണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും ജർമ്മനി തന്നെയാണ് നല്ലത്. കാരണം നിലവിൽ മാൾട്ടയിലെ മിനിമം വേജ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും കുറഞ്ഞ ജോലിക്ക് അവിടെ കൊടുക്കുന്ന വേതനം എന്ന് പറയുന്നത് €5.30. ഇവിടെ അത് ഒരു മണിക്കൂറിന് €12 സംതിങ് ആണ് ഇവിടുത്തെ റേറ്റ്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് ഈ ഒരു രാജ്യങ്ങൾ തമ്മിൽ, സാലറിയുടെ വ്യത്യാസം. പിന്നെ നമ്മൾ എല്ലാ രാജ്യത്തും നമ്മൾ ഈ ഒരു പ്രവാസി ആയതിൻ്റെ പിന്നിൽ തന്നെ നമുക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് ബാധ്യത ഉള്ളത് കൊണ്ടാണല്ലോ ഒരാൾ പ്രവാസിയാവാനായിട്ട് തീരുമാനിക്കുന്നതും പ്രവാസത്തിലേക്ക് കടന്നു വരുന്നതും. പിന്നെ നമ്മൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾ ഒന്ന് മാറാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു. അപ്പോൾ പ്രധാന കാര്യം അതാണ്, സാലറിയാണ് പ്രധാനപ്പെട്ട കാര്യം. സാലറി ജർമ്മനിയിലെ മാൾട്ടയിലെ സാലറി തമ്മിൽ വലിയ അന്തരം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ്, മറ്റുള്ളവർക്ക് എങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയത്തില്ല. പിന്നെ വന്ന സ്ഥലം എന്ന് പറയുന്നത് ജർമ്മനിയിലെ ബ്രമൺ എന്ന സ്റ്റേറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ജർമ്മനിയിൽ തന്നെ ഏറ്റവും ചെറിയ സ്റ്റേറ്റാണ് ബ്രമൺ. ഇവിടെ ഒരു ഏറ്റവും കൂടുതൽ കൃഷിക്കാരാണുള്ളത്. എങ്കിലും ഹൈടെക് ഗ്രാമം എന്ന് തന്നെ പറയാം. നൂതന രീതിയിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം, നല്ല രീതിയിൽ കൃഷി ചെയ്ത് സമ്പന്നമായ ഒരു ഗ്രാമം എന്ന് തന്നെ നമുക്ക് പറയാം. നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കൃഷിക്കാർക്ക് ഇവിടെ ഗവൺമെൻറ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ്, നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷവും, ആൾക്കാർക്കൊക്കെ നല്ല നമ്മുടെ കൂടെ സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇനി വരുന്ന അവസരങ്ങളിൽ എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പണ്ട് ഇതേപോലെ മാൾട്ടയിലും ഇങ്ങനെ ആയിരുന്നു, നല്ല രീതിയിലുള്ള സഹകരണവും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടി. ഇപ്പോൾ പലർക്കും നമ്മളെ ഇഷ്ടപ്പെടാത്ത മാൾട്ടീസുകാർ നിരവധി ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഗോ ബാക്ക് യുവർ കൺട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിലവിൽ ഇതുവരെ അതങ്ങനെ കേൾക്കാറില്ല. ഇനി വരുന്ന ആൾക്കാർ അങ്ങനെ കേൾക്കാതിരിക്കാനും അവരോടും നല്ല സ്നേഹത്തോടെ സംസാരിക്കാനും അവരോട് റെസ്പെക്റ്റോടെ സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുക. നമുക്ക് തരുന്ന റെസ്പെക്റ്റ് തിരിച്ചു കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മോശമായിട്ട് അവരോട് പെരുമാറാതിരിക്കുക.
ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ തന്നെ അവർ ഇപ്പോൾ എത്ര തിരക്കായാൽ തന്നെ ഒരു ബണ്ടിൽ സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഐറ്റങ്ങൾ ഇപ്പോൾ ഒന്നോ രണ്ടോ ചിലപ്പോൾ നമ്മൾ പാല് മേടിക്കാനായിട്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു ഒരു പാക്കറ്റ് ഷുഗർ മേടിക്കാനായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഇവർ ക്യൂവിൽ നിൽക്കുമായിരിക്കും. അവർ ഏറ്റവും ഫസ്റ്റ് ക്യൂവിലാണെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ക്യൂവിൽ നിൽക്കണം. അവരിങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് നോക്കിയിട്ട് പറയും നമ്മുടെ കയ്യിൽ 2 സാധനമുള്ള നിങ്ങൾ പൊക്കോ എന്ന് പറയും. അങ്ങനെ നമ്മളെ ഫ്രണ്ടിലോട്ട് കയറ്റിവിടും. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. മാൾട്ടയിൽ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ സാധനം മേടിക്കുമ്പോൾ നമ്മൾ എത്ര ഇതായി കഴിഞ്ഞാൽ അവരെ ഒരു 500 ഐറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ അവർ എല്ലാം പേ ചെയ്ത് അവർ നമ്മളെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ അത് നല്ല രീതിയിൽ നമ്മളെ ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഒത്തിരി സാധനമുണ്ട്, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മളെ ആ ഒരു ഐറ്റം ബില്ലടിപ്പിച്ചിട്ട് അവരെ ബില്ല് അക്കൗണ്ട് സെക്ഷനിലിരിക്കുന്ന ആളുടെ എടുത്ത് പറഞ്ഞിട്ട് നമ്മളെ വിടാറ് ഉണ്ട്. എനിക്ക് പലതവണ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു രീതിയായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം നമ്മൾ ഡ്യൂട്ടിക്ക് ഇടയ്ക്കൊക്കെ ആയിരിക്കും ബ്രേക്ക് ടൈം കിട്ടുന്ന ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിലൊക്കെ ആയിരിക്കും നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ ആൾക്കാരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യവും ജോലിയുടെ കാര്യമൊക്കെ ബന്ധപ്പെട്ട് അധികം തിരക്കില്ല, ബസ്സിൽ അധികം റഷില്ല. പക്ഷേ റഷുള്ള സമയം ഉണ്ടായാൽ പോലും തന്നെ നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ റെസ്പെക്റ്റായിട്ട് പെരുമാറുന്ന ആൾക്കാരും, പിന്നെ റോഡ് നിയമങ്ങൾ ഞാൻ മാൾട്ടയിൽ നിന്ന് അപേക്ഷിച്ച് ഇവിടെ റോഡ് നിയമങ്ങൾ നമ്മൾ ആ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുന്ന അതേപോലത്തെ നിയമങ്ങൾ പാലിക്കുന്ന ആൾക്കാരാണ് 99% ആൾക്കാരും. അത് റോഡിലെ വരയായാലും ട്രാഫിക് ലൈനായാലും സിംഗിൾ ലൈനായാലും യെല്ലോ ലൈനായാലും എല്ലാം അതേ രീതി തന്നെ. ഇപ്പോൾ റോഡിൽ പോകുന്ന വഴിക്ക് ട്രാഫിക് ഇല്ലെങ്കിൽ തന്നെ ഒരു യെല്ലോ ലൈൻ ബോക്സ് പോലെ വരച്ചിരുന്ന അത് അതിനകത്ത് ടച്ച് ചെയ്യാതെയാണ് അവർ പോകുന്നത്. അവരങ്ങനെയാണ് ശീലിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള മാറ്റങ്ങളൊക്കെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരട്ടെ, മാറ്റങ്ങൾ വരും എന്ന് പ്രതീക്ഷിക്കാം. നല്ലൊരു ഡ്രൈവിംഗ് കൾച്ചർ തന്നെയാണ്. പിന്നെ നമ്മുടെ അടുത്ത് ബസ്സിൽ കയറുന്നവരായാൽ തന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ ടിക്കറ്റ് അടിക്കാനുള്ള മിഷ്യൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ അവർ ടിക്കറ്റ് എടുത്തിട്ട് മാക്സിമം അവർ നമ്മളെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചിട്ടേ അവർ അകത്തോട്ട് കയറും. അങ്ങനത്തെ രീതിയാണ്. പിന്നെ പിള്ളേരൊക്കെ തന്നെ ചിലവർ കാർഡില്ലാതെ വന്നു കഴിഞ്ഞാൽ തന്നെ പിള്ളേർക്ക് ഇവിടെ ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു പിള്ളേർക്ക് ഇവിടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് പോലത്തെ സംഭവമുണ്ട്. ഇതവർ കാണിച്ചിട്ട് പോവും. അല്ലെങ്കിൽ അവർ ബാഗിലിരിക്കാൻ തന്നെ അവിടെ നിന്ന് നമ്മൾ പൊക്കോളാൻ പറഞ്ഞാൽ തന്നെ അവർ പോകത്തില്ല. അവരത് കാണിച്ചിട്ടേ അവർ അകത്തോട്ട് കയറത്തുള്ളൂ. പിന്നെ ചിലവരുടെ കയ്യിൽ ആ കാർഡ് ലോസ്റ്റായ പിള്ളേരുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുട്ടികളാണ്, നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. അവർക്ക് വേറെ ഫീസോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല, കാർഡിലുള്ളതായിരിക്കും, ലോസ്റ്റ് ആയിരിക്കും. ചില പിള്ളേർ അവിടെ വന്ന് ടിക്കറ്റ് എടുത്തിട്ട് അവന് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് നിർബന്ധത്തോടെ മേടിച്ചിട്ടേ അവൻ പോകത്തുള്ളൂ. നമ്മൾ പോകാൻ പറഞ്ഞാലും പോകത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ഇവിടെ. അത് സ്കൂളിൽ തന്നെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത്. റോഡ് നിയമങ്ങളും ഒരു ബസ്സിൽ എങ്ങനെ പെരുമാറണം, ഒരു ബസ് ഡ്രൈവറുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെ എത്ര സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളിവിടെ ഫ്രണ്ടിൽ കൂടെയാണ് എൻട്രി, ബാക്കിൽ കൂടെയാണ് ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ഒരാൾ ഇപ്പം ബസ്സിൽ തിരക്കുണ്ടെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഇതുവഴി ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും നല്ല സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങുന്നത്. അതും എനിക്ക് വലിയ രീതിയിലുള്ള നല്ല ഇഷ്ടമായിട്ട് തോന്നി ആ കാര്യം. നമ്മളോട് ഒരു റെസ്പെക്റ്റോടെയാണ് എല്ലാവരും. ബസ് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള റെസ്പെക്റ്റോടെയാണ് പെരുമാറുന്നത്. പിന്നെയും പറയാണ്, ഇനി വരുന്ന ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ തിരിച്ച് റെസ്പെക്റ്റ് ചെയ്യാനും അവരോട് നല്ലപോലെ പെരുമാറാനും ഒക്കെ ശ്രദ്ധിക്കുക. എനിക്ക് വളരെ നല്ല ഒരു ഫീലിങ്സ് ആയിട്ടാണ്, ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ ആൾക്കാർ ഇനി ഈ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയാണോ എല്ലായിടത്തും ഇങ്ങനെ ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് പാസഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ കമ്പനിയുടെ ഭാഗത്തു നിന്നായാലും പിന്നെ ഇവിടെയുള്ള സിറ്റിസൺസിൻ്റെ ഭാഗത്തു നിന്നായാലും എനിക്കും ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിലുള്ള സഹകരണമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഇവിടുത്തെ പോലീസിങ് സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. മാൾട്ടയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ ലഗേജ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, എൻ്റെ സർട്ടിഫിക്കറ്റ്, ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ചിരുന്ന ഫയൽ ഉൾപ്പെടെ ഫുള്ള് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് എവിടെ എങ്ങനെ കണ്ടുപിടിക്കും എന്നറിയാൻ വയ്യാതെ അവസാനം ഞാൻ ഹാംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബ്രമണിലേക്ക് ട്രെയിനിലാണ് വന്നത്. ഇപ്പോൾ ട്രെയിനിൽ വെച്ചിട്ടാണോ മിസ്സായത് അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ചിട്ടാണോ മിസ്സായതെന്ന് എനിക്ക് അറിയാൻ വയ്യാതെ ഞാൻ ഈ 2 സ്റ്റേറ്റ് പോലീസിന് മെയിൽ അയക്കുകയുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞ് അവന് റിപ്ലൈ തരാനായിട്ട് സാധ്യതയില്ല എങ്കിൽ പോലും പക്ഷേ ഞാനത് അയച്ചു. 2 ദിവസത്തിനുള്ളിൽ തന്നെ നിൻ്റെ ബാഗ് ഫൈൻഡ് ചെയ്ത് എയർപോർട്ട് വെൽക്കം സെൻറ്ററിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. ഞാനത് പോയി കളക്ട് ചെയ്തു. അതിനകത്ത് ഒരു സാധനം പോലും മിസ്സായിട്ടില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് നല്ലൊരു ഒരു
ഇതാണ് ഇവിടുത്തെ പോലീസ് സിസ്റ്റം നല്ലൊരു സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നി. കാരണം അവരവിടെ ചെന്നപ്പോൾ തന്നെ അവർ നല്ല രീതിയിൽ സഹകരിച്ച് നിൻ്റെ തന്നെ ആണോ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. കാരണം എൻ്റെ ഫുൾ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിരുന്നു മിസ്സായത്. അപ്പോൾ അത് ആ ഒരു മെയിൽ വന്നപ്പോൾ തന്നെ ആ ഒരു പോലീസ് സിസ്റ്റത്തിൻ്റെ പരിപാടി നമുക്ക് മനസ്സിലായി. അങ്ങനെ എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഇവിടുന്ന് മുങ്ങാന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ തന്നെ ഇതൊക്കെ ഒന്ന് നോക്കിയിരുന്നു. അവരെവിടെ പോയിട്ടായാലും എന്തുമായാലും ഒരു ബാഗ് തപ്പിയെടുക്കാമെങ്കിൽ നിങ്ങളെ തപ്പിയെടുക്കാൻ വലിയ പാടുമില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, റെസ്പെക്റ്റോടെ പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്, ഞാൻ മാൾട്ടയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് വർക്ക് ചെയ്തത്. അവിടുന്ന് ബസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് ഞാനത് ഇവിടുത്തെ പല കമ്പനീസിലും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പല ആൾക്കാരും പല കമ്പനീസിലും വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് തന്ന് ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കമ്പനീസിലും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കമ്പനി ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്തതാണ്. എടാ വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ നീ അപ്ലൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് തന്ന് ഞാൻ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വന്നത്. ഇപ്പോൾ വേക്കൻസി ഫില്ലായിട്ടുണ്ട്. വേക്കൻസി ഉണ്ടോ എന്ന് ആരും ചോദിക്കരുത്. ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ബസ് ഡ്രൈവിംഗ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് കൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരം ഉണ്ടെങ്കിൽ ഞാനത് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിരവധി ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇവിടെ ഒരു കോഴ്സൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമുക്ക് ട്രെയിന്, ട്രാം, അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പറ്റി ഒരു 3 ഇയർ കോഴ്സ് ഉണ്ട്, 3 ഇയർ കോഴ്സ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ലൈസൻസ് എങ്ങനെ എടുത്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയമെടുത്ത് ലൈസൻസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് പലയിടത്തും പറയാനായിട്ട് വിട്ടുപോയ ഒരാളുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ നമുക്കുണ്ടായിരുന്നു. ആളിപ്പോൾ ജർമ്മനിയിലുണ്ട്, വേറൊരു കമ്പനിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനൊരു കാർ എടുത്തുകൊണ്ട് വന്നിട്ട്, എടാ നിനക്ക് ടെസ്റ്റ് അല്ലേ, നീ ഇതൊന്ന് ഓടിച്ച് നോക്ക്, ഇന്ന വഴിയിലായിരിക്കും. അവൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് അവൻ പാസ്സായി കഴിഞ്ഞ ശേഷം അവൻ എന്നെ കൊണ്ടുപോയിട്ട് ഇന്ന വഴിയിലൊക്കെ ആയിരിക്കും ഓടിച്ചു പോകുന്നത്, ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും ഓടിക്കേണ്ടത് എന്നുള്ള കാര്യം അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചതെന്ന് പറയാം. ഒരു കാറുമായിട്ട് വന്നിട്ട് അവൻ ആ ഒരു വഴി ഇങ്ങനെ പോകണം എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞു. പ്രൈസെ വളരെ താങ്ക്സ് ഉണ്ട്, അന്ന് ഞാൻ പറയാനായിട്ട് ഇട്ടു. എന്നിട്ട് ഇവന് ഞാൻ പൈസ കൊടുത്തിട്ട് പോലും ഇവൻ ഫ്യൂൽ അടിക്കാനായിട്ട് പൈസ കൊടുത്തിട്ട് പോലും ഇവൻ മേടിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞായിരുന്നു. കൺഗ്രാജുലേഷൻ പ്രൈസ്. പിന്നെ ഞാൻ ഈ ഒരു കാര്യം ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോകും, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവൻ പറഞ്ഞു തന്ന കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ പോകണടാ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് പല ടെസ്റ്റുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തത്. അങ്ങനെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ ഒരു വണ്ടിയായിട്ട് വന്നിട്ട് ഇവൻ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പല ആൾക്കാരും പല രീതിയിലുള്ള ഉപദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിന് പോകുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. പ്രൈസിന് ബിഗ് താങ്ക്സ്. പ്രൈസ് ഒരു നന്ദി പറഞ്ഞാൽ അത് തീർക്കാനായിട്ട് പറ്റത്തില്ല. പ്രൈസ് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ ജർമ്മനിയിൽ തന്നെ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. നീ ഇത് കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാണുകയാണെങ്കിൽ ഈ ഒരു വളരെ നന്ദി കേട്ടോ. അപ്പോൾ പ്രൈസിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം ഒരു ലാഭവും പോലും മോഹിക്കാതെ ഒരു വണ്ടിയായിട്ട് വന്നിട്ട് അത് കുഴപ്പമില്ലടാ നീ ഓടിച്ച് നോക്കുന്നെന്ന് പറഞ്ഞ് പല വഴിയിലൊക്കെ കൊണ്ടുപോയി കുറച്ച് സിഗ്നലും സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ വളരെ നന്ദി പ്രൈസ്. പിന്നെ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിന്ന പല ആൾക്കാരും ഉണ്ട്. ഓരോരുത്തരുടെ പേര് എടുത്തു പറയുന്നതിലും അത് പിന്നെ ഒരു പരാതിയാവും, അതുകൊണ്ടാണ് ഞാൻ ആ പേരെടുത്ത് പറയാത്തത്. എല്ലാവർക്കും വളരെ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരായാലും അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വർക്ക് ചെയ്തവരായാലും എൻ്റെ ഫോളോവേഴ്സ് ആയാലും എല്ലാവർക്കും വളരെ നന്ദിയും കടപ്പാടും സന്തോഷവും സ്നേഹവും ഒക്കെ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അവസരങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറ്റിയ അവസരങ്ങളുണ്ടെങ്കിൽ നമ്മൾ ജെന്യുവിനായിട്ടുള്ള ഏജൻസി വഴിയല്ലാത്ത ജെന്യുവിനായിട്ടുള്ള ജോലി ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജോലി അവസരങ്ങൾ ഇതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി അതേപോലെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അറിയുന്നതായിരിക്കും. മാക്സിമം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏജൻസി വഴി അല്ലെങ്കിൽ ഏജൻറ്റ് വഴിയൊക്കെ ചോദിക്കുമ്പം ഞാനിവിടെ വരാനായിട്ട് എനിക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ ഏകദേശം 70 യൂറോ എന്ന് പറയുമ്പോൾ ഏകദേശം 7,000-8,000 രൂപയ്ക്കകത്താണ് നമുക്ക് എംബസിയിൽ കൊടുക്കേണ്ടതായിട്ട് വന്നത്. അത് 1 ഇയർ വർക്ക് വിസയ്ക്ക് വേണ്ടി 7,000 രൂപയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് വരാനായിട്ട് VFS ഫീ എല്ലാം കൂടായിട്ട് നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 50,000 രൂപയിൽ താഴെയാണ് 1 ഇയർ വർക്ക് പെർമിറ്റ് കാര്യങ്ങളും എല്ലാം ആയിട്ട് വരുന്ന എമൗണ്ട്, VFSും എല്ലാം ആയിട്ട്.
അപ്പോൾ പലരും ചോദിക്കുന്നത് 12ഉം 10ഉം 8ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം ഒക്കെ ലക്ഷങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് വരണോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒന്ന് ശ്രമിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട ആൾക്കാർ നിങ്ങളാണ്. ഓൺലൈൻ വഴി തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. ചാറ്റ് GPT വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കിപ്പോൾ ആ പ്രോസസ്സ് മനസ്സിലായില്ല അല്ലെങ്കിൽ ഈ പ്രോസസ്സ് മനസ്സിലായില്ല, അതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ സംശയമുള്ളവർ ചാറ്റ് GPT അല്ലെങ്കിൽ ഗൂഗിൾ വഴി സെർച്ച് ചെയ്ത് നോക്കുക. കൂടുതൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. എനിക്കറിയാവുന്ന ജർമ്മനിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മാൾട്ടയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും വേക്കൻസീസ് ഒക്കെ ആണെങ്കിലും ഞാൻ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 12,000-ഓളം കൂട്ടുകാർ ആ ഗ്രൂപ്പിലുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. വളരെ സന്തോഷം. പല കൂട്ടുകാരും വീഡിയോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിന് വളരെ സന്തോഷം. ഇനി പല കൂട്ടുകാരും ചോദിച്ച ജോബ് വേക്കൻസിയെ കുറിച്ചാണ്. ഇപ്പോൾ ഡോയിഷ് ബാൻ DB എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ കാണിക്കുന്നത്. പല രീതിയിൽ നിരവധി വേക്കൻസികൾ അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, അതേപോലെ എൻജിനീയേഴ്സ്, IT ടെക്നീഷ്യൻ, അതേപോലെ ഏകദേശം 4600 ഓളം വേക്കൻസികൾ അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെബ്സൈറ്റിൽ. ജർമ്മൻ ലാംഗ്വേജ് വേണ്ട ജോലികളും ജർമ്മൻ ലാംഗ്വേജ് വേണ്ടാത്ത ജോലികളും ഉണ്ട്. പിന്നെ CV ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസുകളൊക്കെ ആഡ് ചെയ്യുക. CV എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് CVയിൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു യൂറോപ്പാസ് CVയുടെ ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം. അതേപോലെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു കമ്പനിയുടെ DB എന്ന കമ്പനിയുടെ ജോബ് വേക്കൻസി ലിങ്ക് ഞാൻ ആ കമ്പനിയുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. അപ്പോൾ മറ്റുള്ള ഇൻഫർമേഷനായി ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ ബൈ.